നമസ്കാരം, ഞാൻ ഡോക്ടർ മോണിക്ക. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. പെയിൻ കില്ലേഴ്സ് കഴിക്കുന്ന സമയത്ത് നമ്മുടെ സന്ധികളിലുള്ള വേദനകളും കാര്യങ്ങളും ഒക്കെ തന്നെ ജസ്റ്റ് ഒന്ന് സപ്രസ് ആവുക അല്ലെങ്കിൽ താൽക്കാലിക ആശ്വാസം ലഭിക്കുക എന്നുള്ളത് മാത്രമായിരിക്കാം. ഇന്നത്തെ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നതെന്ന് പറയുന്നത് നമ്മുടെ സന്ധികളിലുള്ള അമിതമായിട്ടുള്ള വേദനകൾ, അതുപോലെ പലർക്കും എല്ല് തേയ്മാനത്തിന്റെ പ്രശ്നങ്ങൾ വരാറുണ്ട്, കാൽസ്യം കുറവിന്റെ പ്രശ്നങ്ങൾ വരാറുണ്ട്. ഈ ബുദ്ധിമുട്ടുകളൊക്കെ തന്നെ മാറ്റാൻ വേണ്ടിയിട്ട് നമുക്ക് അടുക്കളയിൽ ലഭിക്കുന്ന എളുപ്പത്തിലുള്ള കാര്യങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് തയ്യാറാക്കാൻ പറ്റുന്ന ഒരു പ്രധാന പാനീയമാണ് ഇത്. പാലിലാണ് നമ്മൾ ചേർത്ത് കുടിക്കുന്നത്. നിത്യേന ഇങ്ങനെ ചെയ്യുന്ന സമയത്ത് അല്ലെങ്കിൽ ഒരു 2 ആഴ്ച നിങ്ങൾ കണ്ടിന്യൂസ് ആയിട്ട് ചെയ്യുന്ന സമയത്ത് വേദനകൾക്കും നീർക്കെട്ടിനും അതിനൊപ്പം തന്നെ നമ്മുടെ എല്ലുകൾക്ക് ബലം വർദ്ധിപ്പിക്കാനായിട്ടും സഹായകരമാകുന്നതാണ്. അപ്പോൾ ഇത് ഏത് രീതികളിലാണ് നമുക്ക് പ്രിപ്പയർ ചെയ്യേണ്ടത്, എങ്ങനെയാണ് കഴിക്കേണ്ടത്, ഏത് സമയമാണ് ഏറ്റവും ബെറ്റർ ആയിട്ടുള്ളത്, എന്താണ് ശ്രദ്ധിക്കേണ്ടത് തുടങ്ങിയിട്ടുള്ളത് നമുക്ക് ഇന്നത്തെ ഈ വീഡിയോയിലൂടെ മനസ്സിലാക്കാം. അതിനു മുന്നേ ആദ്യമായിട്ടാണ് ചാനൽ കാണുന്നതെന്നുണ്ടെങ്കിൽ ചാനൽ കൂടി സബ്സ്ക്രൈബ് ചെയ്യുക. നമുക്ക് നേരെ വീഡിയോയിലേക്ക് കടക്കാം. നമ്മുടെ സന്ധികളുടെ അല്ലെങ്കിൽ ജോയിൻസുകൾക്ക് അമിതമായിട്ട് വേദനകൾ വരാൻ വേണ്ടി ഒരുപക്ഷെ നിങ്ങൾ ചിന്തിക്കുന്നുണ്ടാവുന്നത് പ്രായം കൂടുന്നതനുസരിച്ച് സ്വാഭാവികമായിട്ട് ഉണ്ടാവുന്നതല്ലേ എന്നുള്ള ചിന്തയായിരിക്കാം. എന്നാൽ ഇത് മാത്രമല്ല, 3 പ്രധാന റീസൺസുകളാണ്. ഒന്നെന്ന് പറയുന്നത് നമ്മുടെ ശരീരത്തിൽ മതിയായിട്ടുള്ളതിലുള്ള കാൽസ്യം കണ്ടന്റ് ഇല്ല എന്നുള്ളത്. രണ്ടാമത്തെന്ന് പറയുന്നത് നമ്മുടെ എല്ലുകൾക്ക് അല്ലെങ്കിൽ നമുക്ക് ആ ഒരു എല്ലുകളുടെ ഇടയിൽ ഒരു ശ്ലേഷ്മദ്രവം, അതായത് സൈനോവിയൽ ഫ്ലൂയിഡ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഫ്ലൂയിഡ് ഉണ്ട്. ഇതിന്റെ കുറവ് മൂലവും നമുക്ക് ഈ പറഞ്ഞിട്ടുള്ള സന്ധി സംബന്ധമായിട്ടുള്ള പ്രശ്നങ്ങൾ, എല്ല് തേയ്മാനത്തിന് ബുദ്ധിമുട്ടുകൾ വരാറുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ എല്ലുകൾക്ക് ഒരു പ്രൊട്ടക്ഷൻ ആയിട്ട് അല്ലെങ്കിൽ ഒരു കാർട്ടിലേജ് പോലെ ആക്ട് ചെയ്യുന്ന ഒരു പ്രധാന ഘടകമുണ്ട്. ഇതിൽ നമുക്ക് വിള്ളലുകൾ വരികയും അതുപോലെ ഇത് നേർത്ത് വരുന്ന സമയത്തും സന്ധികൾ തമ്മിൽ നമ്മൾ അമിതമായിട്ട് ഉരസുകയും അതുപോലെ ഈ ഒരു കാർട്ടിലേജിന്റെ കുറവ് മൂലവും ഈ ഒരു വേദനകളും ആ ഒരു ഭാഗത്ത് നീർക്കെട്ടുകളുടെ പ്രശ്നങ്ങളും ഉണ്ടാവാറുണ്ട്. ഈ പ്രധാന 3 റീസൺസുകളാണ് നമുക്ക് ഈ ഒരു സന്ധികളിലുള്ള വേദനകളും നീർക്കെട്ടുകളും വിട്ടുമാറാതെ നിൽക്കുന്നത്. നമ്മുടെ ഭക്ഷണത്തിൽ വളരെ ഹെൽത്തി ആയിട്ട് നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു ഡ്രിങ്ക് ആണ് പറയുന്നത്. ഇതിന്റെ ചേരുവകൾ ഏതൊക്കെയാണെന്നുള്ളത് മനസ്സിലാക്കാം. ഏറ്റവും ആദ്യം എന്ന് പറയുന്നത് പാലാണ് വരുന്നത്. ഇപ്പൊ പാലിലെ പ്രധാന ഘടകം എന്ന് പറയുന്നത് നമുക്ക് കാൽസ്യം തന്നെയാണ്. ഈ ഒരു കാൽസ്യം കണ്ടന്റ് ഉള്ളതുകൊണ്ട് തന്നെ എല്ലുകൾക്ക് ബലം വർദ്ധിപ്പിക്കാൻ വേണ്ടി സഹായകരമാകുന്നു എന്നുള്ളതാണ്. ഈ ഒരു പാലിലാണ് ബേസ് ആയിട്ട് നമ്മൾ എടുക്കുന്നത്. പാലിലാണ് മിക്ക കാര്യങ്ങളും നമ്മൾ ചേർക്കുന്നത്. എന്നാൽ ചിലർക്ക് ഒരു പക്ഷെ പാല് അലർജി ഉണ്ടാവാം, പാല് കുടിക്കാൻ താല്പര്യമില്ലാത്തവരായിരിക്കാം ഉണ്ടാവുക. ഇങ്ങനെയുള്ളവർക്ക് പാലിന് പകരമായിട്ട് നമുക്ക് സോയാ മിൽക്ക് യൂസ് ചെയ്യാം. പക്ഷെ സോയാ മിൽക്ക് നമുക്ക് എല്ലാവർക്കും എപ്പോഴും കിട്ടണം എന്നില്ല. അതുപോലെ അതിലും ചില അലർജി കണ്ടീഷൻസ് വന്നേക്കാം. ബദാമിന്റെ മിൽക്കാണ് ഇതിന് പകരമായിട്ട് ഏറ്റവും ഗുണകരമായിട്ട് നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്നത്. അപ്പൊ ബദാം മിൽക്ക് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ചെയ്യേണ്ടതെന്ന് പറയുന്നത് ഏകദേശം 10 അല്ലെങ്കിൽ 15 ബദാം തലേ ദിവസം കുറച്ച് വെള്ളത്തിൽ കുതിർത്തിടുക. പിറ്റേ ദിവസം രാവിലെ ഇതിന്റെ തൊലിയൊക്കെ തന്നെ കളഞ്ഞതിന് ശേഷം കുറച്ച് വെള്ളവും അതുപോലെ ഈ ബദാമും കൂടി ചെറിയ കഷ്ണങ്ങളാക്കി മുറിച്ച് മിക്സിയുടെ ജാറിലിട്ട് നന്നായിട്ട് അത് ബ്ലെൻഡ് ചെയ്തെടുക്കണം. ബ്ലെൻഡ് ചെയ്തെടുക്കുന്നതിനകത്തേക്ക് അല്പം ഏകദേശം 1/4 ഗ്ലാസ് അളവായിട്ടുള്ള വെള്ളവും കൂടി ആഡ് ചെയ്യേണ്ടതാണ്. ഇതും മിക്സ് ചെയ്തിട്ട് അരിച്ചെടുത്തിട്ട് ഈ പാലാണ് നമുക്ക് ഉപയോഗിക്കാൻ ഗുണകരമായിട്ടുള്ളത്. ഇത് നമുക്ക് തിളപ്പിച്ചിട്ട് ഉപയോഗിക്കാൻ പറ്റുന്നതാണ്. വളരെ എഫക്റ്റീവ് ആയിട്ടുള്ള റിസൾട്ട് നൽകുന്നതാണ്. എന്നാൽ പാല് കുടിക്കാൻ പറ്റുന്നവരാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും പാല് തന്നെയാണ് ഇതിന് പകരം എടുക്കേണ്ടത്. ഇനി ഇതിൽ ചേർക്കുന്ന ചേരുവകളാണ് പ്രധാനപ്പെട്ടത്. ആദ്യത്തേതും രണ്ടാമത്തേതും എന്ന് പറയുന്നത് ആദ്യത്തേത് മഞ്ഞളും രണ്ടാമത്തേത് ഇഞ്ചിയുമാണ് വരുന്നത്. ഇതിന്റെ 2 പ്രോപ്പർട്ടീസും ഒരേപോലെ തന്നെയാണ് വരുന്നത്. നമ്മുടെ ശരീരത്തിൽ ഒരേപോലെ തന്നെയാണ് എഫക്ട് ചെയ്യുന്നത്. അതുകൊണ്ടാണ് 2 ഒരുമിച്ച് പറയുന്നത്. മഞ്ഞളിൽ കർക്കുമിൻ എന്ന് പറഞ്ഞിട്ടുള്ള കോമ്പൗണ്ട് അടങ്ങിയിട്ടുണ്ട്. ഇഞ്ചിയിലാണെന്നുണ്ടെങ്കിൽ ജിഞ്ചറോൾ എന്ന് പറഞ്ഞിട്ടുള്ള കോമ്പൗണ്ട് അടങ്ങിയിട്ടുണ്ട്. ജിഞ്ചറോൾ ആണെന്നുണ്ടെങ്കിലും ഈ ഒരു കർക്കുമിൻ ആണെന്നുണ്ടെങ്കിലും നമ്മുടെ ശരീരത്തിലെ നീർക്കെട്ടുകൾ വലിയാൻ വേണ്ടി ഏറ്റവും ഗുണപ്രദമാണ്. ഒപ്പം തന്നെ ഡൈജഷൻ ഇഷ്യൂസുകൾ ഉണ്ടെങ്കിലോ പ്രതിരോധ ശക്തി കൂട്ടണം എന്ന് ആഗ്രഹിക്കുന്നവർക്കും ഒക്കെ തന്നെ നമ്മുടെ ശരീരത്തിലെ പ്രതിരോധ ശക്തിയെ ഉയർത്താൻ വേണ്ടിയും സഹായകരമാകുന്നതാണ് ഈ 2 ചേരുവകൾ എന്ന് പറയുന്നത്. അപ്പൊ ഇത് നമ്മൾ എടുക്കേണ്ട അളവെന്ന് പറയുന്നത് ഏകദേശം 1 സ്പൂൺ അളവായിട്ടുള്ള നമുക്ക് ഇഞ്ചി ചിരകിയിട്ടുള്ള രീതിയിലുള്ളതാണ് എടുക്കേണ്ടത്. അതുപോലെ മഞ്ഞളാണെന്നുണ്ടെങ്കിൽ 1/4 സ്പൂൺ അളവായിട്ടുള്ള മഞ്ഞൾ പൊടിയായിട്ടുള്ള രീതിയിൽ എടുക്കാം. ഇനി പച്ചമഞ്ഞളാണ് നിങ്ങൾക്ക് ഉള്ളതെന്നുണ്ടെങ്കിൽ ഏകദേശം 1/2 സ്പൂൺ അളവായിട്ടുള്ള പച്ചമഞ്ഞൾ ചിരകിയത് നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്നതാണ്. മൂന്നാമത് വരുന്നത് കറുവപ്പട്ടയാണ്. കറുവപ്പട്ടയിൽ സിന്നമൽ ഡിഹൈഡ് എന്ന് പറഞ്ഞിട്ടുള്ള കോമ്പൗണ്ട് അടങ്ങിയിട്ടുണ്ട്. ഇതും നമ്മുടെ ശരീരത്തിലെ നീർക്കെട്ടകറ്റാനും വേദന അകറ്റാനും ഒപ്പം തന്നെ അമിതമായിട്ടുള്ള കൊഴുപ്പും കാര്യങ്ങളും ഉണ്ടെങ്കിൽ ഇവ കുറച്ചു കൊണ്ടുവരാൻ വേണ്ടി ഒക്കെ തന്നെ വളരെ ഗുണപ്രദമായിട്ട് തന്നെ ഉപയോഗിക്കാം.
ഉപയോഗിക്കാൻ പറ്റുന്നതാണ്. ഇതിൻ്റെ ഒരു സ്റ്റിക്ക് അളവായിട്ടുള്ള കറുവപ്പട്ടയാണ് എടുക്കേണ്ടത്. കറുവപ്പട്ട എടുക്കുമ്പോൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ടതെന്ന് പറയുന്നത് അമിതമായിട്ട് കട്ടിയുള്ള രീതിയിലുള്ള കറുവപ്പട്ട നമ്മൾ ഒരിക്കലും ഇങ്ങനെ പറഞ്ഞിട്ടുള്ള ഔഷധയോഗ്യമായിട്ടുള്ള കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് യൂസ് ചെയ്യരുത്. അതിന് പകരമായിട്ട് നമുക്ക് വളരെ തിന്നായിട്ടുള്ള രീതിയിൽ ശ്രീലങ്കൻ കറുവപ്പട്ട എന്നൊക്കെ ഉള്ള രീതിയിൽ നമുക്ക് കിട്ടുന്നതാണ്. അപ്പം അങ്ങനത്തെ വളരെ തിന്നായിട്ടുള്ള രീതിയിലുള്ള കറുവപ്പട്ടയാണ് നമുക്ക് ഈ ഒരു മരുന്നുകൾക്ക് ഏറ്റവും ഗുണകരമായിട്ട് നമ്മൾ ഉപയോഗിക്കുന്നത്. ഇനി നാലാമത് വരുന്നത് ചണവിത്ത് അഥവാ ഫ്ലാക്സ് സീഡ് ആണ് വരുന്നത്. നമ്മുടെ ശരീരത്തിൽ നാച്ചുറൽ ആയിട്ട് തന്നെ നമുക്ക് ഈ ഒരു സൈനോവിയൽ ഫ്ലൂയിഡ് അഥവാ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു എല്ലുകളുടെ ഇടയിൽ ഉണ്ടാവുന്ന ഫ്ലൂയിഡാണ് സൈനോവിയൽ ഫ്ലൂയിഡ് എന്ന് പറയുന്നത്. ഈ ഒരു ഫ്ലൂയിഡ് കറക്റ്റ് ആയിട്ടുണ്ടെങ്കിൽ മാത്രമാണ് നമുക്ക് മൂവ്മെന്റ്സ് ശരിയായ രീതിയിൽ നടക്കാനും ആ ഒരു ഭാഗത്ത് വേദനകൾ കൂടാതെ തന്നെ ഇരിക്കാനും എണീക്കാനും നടക്കാനും ഉള്ള ബുദ്ധിമുട്ടുകളൊന്നും നമ്മളെ ബാധിക്കപ്പെടാതിരിക്കുന്നത്. എന്നാൽ ഇതിന്റെ കുറവ് മൂലം ഏജ് കൂടുന്നതനുസരിച്ച് നമുക്ക് സൈനോവിയൽ ഫ്ലൂയിഡ് കുറയുന്നതാണ്. അതുപോലെ നമ്മുടെ ശരീരത്തിലെ ഒമേഗ-3 ഫാറ്റി ആസിഡ് എന്ന് പറഞ്ഞിട്ടുള്ള പ്രധാന ഘടകമുണ്ട്. ഈ ഒമേഗ-3 ഫാറ്റി ആസിഡ് എന്ന് പറയുന്നത് എല്ലുകൾക്ക് ബലം വർദ്ധിപ്പിക്കുവാനുള്ളതാണ്. ഈ ഒമേഗ-3 ഫാറ്റി ആസിഡ് പ്ലാൻ സോഴ്സ് ആയിട്ടുള്ള അല്ലെങ്കിൽ ആൽഫ ലിനോലെനിക് ആസിഡ് എന്ന് പറഞ്ഞിട്ടുള്ള പ്ലാൻ സോഴ്സ് ആയിട്ടുള്ള നാച്ചുറൽ ആയിട്ടുള്ള ഒമേഗ-3 ഫാറ്റി ആസിഡ് നൽകുന്നത് ഫ്ലാക്സ് സീഡും അതുപോലെ തന്നെ ചിയ സീഡിലും കൂടിയിട്ടാണ്. ഈ ഒരു ഫ്ലാക്സ് സീഡ് നമ്മൾ ഉള്ളിൽ കഴിക്കുന്നതിലൂടെ ഈ പറഞ്ഞിട്ടുള്ള വേദനകളും നീർക്കെട്ടുകളും ഒക്കെ തന്നെ ഒരുപോലെ അകറ്റാൻ നല്ലതാണ്. ഇത് ഉപയോഗിക്കേണ്ട രീതി എന്ന് പറയുന്നത് നമുക്ക് ഫ്ലാക്സ് സീഡ് വാങ്ങിയിട്ട് ഏകദേശം 50 ഗ്രാമോ അല്ലെങ്കിൽ 100 ഗ്രാം വാങ്ങിയതിന് ശേഷം ഒന്ന് ഫ്രൈ പാനിലിട്ട് വറുത്തെടുക്കേണ്ടതാണ്. ഇത് വറുത്തിട്ട് കഴിക്കുമ്പോഴാണ് ഇതിന്റെ എല്ലാ ഗുണങ്ങളും നമുക്ക് ഉള്ളിൽ ലഭിക്കാൻ സഹായിക്കുന്നത്. വറുത്തതിന് ശേഷം ഇത് മിക്സിയിലിട്ടിട്ട് നന്നായിട്ട് പൊടിച്ചെടുക്കുക. ഈ പൊടിയിൽ നിന്നും 1 സ്പൂൺ അളവായിട്ടുള്ള പൊടിയാണ് നമുക്ക് ഈ ഒരു പാനീയത്തിലേക്ക് ആവശ്യമായിട്ടുള്ളത്. ഇനി അവസാനത്തെ ചേരുവ എന്ന് പറയുന്നത് കുരുമുളകാണ്. ഏകദേശം 3 അല്ലെങ്കിൽ 4 എണ്ണം മാത്രമാണ് നമ്മൾ എടുക്കേണ്ടത്. അപ്പോൾ കുരുമുളക് നമ്മൾ ഈ ഒരു കൂട്ടിനകത്തേക്ക് ചേർക്കുന്നത് പറയുന്നത് ഒന്ന് ഈ മഞ്ഞളുടെയും ഇഞ്ചിയുടെയും അല്ലെങ്കിൽ പാലിൽ ചേർക്കുന്ന മറ്റെല്ലാ ചേരുവകളുടെയും എല്ലാ ഗുണങ്ങളും നമ്മുടെ ശരീരത്തിലേക്ക് ശരിയായ രീതിയിൽ ആഗിരണം ചെയ്യണം എന്നുണ്ടെങ്കിൽ കുരുമുളക് നമ്മൾ മെയിൻ ബോഡിയായിട്ട് ചേർക്കുമ്പോഴാണ് അതിന്റെ എല്ലാ ഗുണങ്ങളും നമുക്ക് ലഭിക്കുന്നത്. മറ്റൊന്ന് പെപ്പറൈൻ എന്ന് പറഞ്ഞിട്ടുള്ള കോമ്പൗണ്ട് അടങ്ങിയിട്ടുണ്ട്. ഇതെന്ന് പറയുന്നത് നമുക്ക് വേദനകൾ അകറ്റാൻ ഏറ്റവും ഗുണകരമായിട്ടുള്ളതാണ്. ഇനി നമുക്ക് ഈ ഒരു പ്രിപ്പറേഷൻ എങ്ങനെയാണ് ചെയ്യേണ്ടതെന്നുള്ളത് മനസ്സിലാക്കാം. 1 ഗ്ലാസ് അളവായിട്ടുള്ള പാല് തിളപ്പിക്കാൻ വേണ്ടി വെക്കുക. അതിനകത്തേക്ക് 1/4 സ്പൂൺ അളവായിട്ടുള്ള മഞ്ഞൾ പൊടിയാണെന്നുണ്ടെങ്കിൽ 1/4 സ്പൂൺ അളവായിട്ടുള്ള മഞ്ഞൾപ്പൊടി ഇടുക. ഇല്ലെങ്കിൽ പച്ചമഞ്ഞളാണെന്നുണ്ടെങ്കിൽ ഒരു ചെറിയ കഷ്ണം പച്ചമഞ്ഞൾ ചിരകിയത് ഏകദേശം 1/2 സ്പൂൺ അളവായിട്ടുള്ള പച്ചമഞ്ഞൾ ചേർക്കുക. അതിനൊപ്പം തന്നെ 1 സ്പൂൺ അളവായിട്ടുള്ള ഇഞ്ചി ചേർക്കുക. അതിനൊപ്പം 3-4 എണ്ണം മാത്രം കുരുമുളക് പൊടിച്ചത് കൂടി ഇതിനകത്തേക്ക് നമുക്ക് ചേർക്കേണ്ടതാണ്. നന്നായി തിളപ്പിച്ചതിന് ശേഷം ഏകദേശം ഒരു 2-3 മിനിറ്റ് തിളപ്പിച്ചതിന് ശേഷം ഇത് അരിച്ചെടുക്കുക. ചെറിയ ചൂടോട് കൂടിയിട്ട് തന്നെ ഇതിലേക്ക് 1 സ്പൂൺ അളവായിട്ടുള്ള ഫ്ലാക്സ് സീഡിന്റെ പൊടി നമ്മൾ പൊടിച്ചു വെച്ചിട്ടുള്ള പൊടി അതിൽ നിന്നും 1 സ്പൂൺ അളവായിട്ടുള്ള പൊടി മാത്രമാണ് ഈ ഒരു പാലിനകത്തേക്ക് ചേർക്കേണ്ടത്. ചേർത്തിട്ട് ഇത് നമുക്ക് കുടിക്കാൻ കഴിയുന്നതാണ്. കുടിക്കേണ്ട ഏറ്റവും ബെസ്റ്റ് ടൈം എന്ന് പറയുന്നത് രാവിലെ ഭക്ഷണം കഴിച്ചു കഴിഞ്ഞ് 1 മണിക്കൂറിന് ശേഷമാണ് കുടിക്കേണ്ടത്. ഒരിക്കലും ഇത് വെറും വയറ്റിൽ കുടിക്കരുത്. ഭക്ഷണം കഴിച്ചതിന് ശേഷം മാത്രമാണ് കുടിക്കേണ്ടത്. അതുപോലെ തന്നെ നമുക്ക് രാവിലെ കഴിക്കാൻ ബുദ്ധിമുട്ടുള്ളവരാണെങ്കിൽ വൈകുന്നേരം ഭക്ഷണം കഴിച്ചു കഴിഞ്ഞ് 1 മണിക്കൂറിന് ശേഷവും നിങ്ങൾക്ക് ഇത് കുടിക്കാൻ കഴിയുന്നതാണ്. നടക്കാൻ പോകുന്നതിന് ഏകദേശം 1/4 മണിക്കൂറിന് മുന്നേ ആയിട്ട് വേണം ഈ ഒരു പാല് കുടിക്കാൻ വേണ്ടിയിട്ട്. ഇങ്ങനെ കുടിക്കുന്ന സമയത്ത് ഉറക്കം ശരിയായ രീതിയിൽ ലഭിക്കാൻ വേണ്ടിയിട്ടും അതുപോലെ ശരീരത്തിലെ നീർക്കെട്ട് വേദന മുതലായിട്ടുള്ള പ്രശ്നങ്ങളൊക്കെ തന്നെ കുറയാനും ഉദര സംബന്ധമായിട്ടുള്ള എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ ഇവ അകറ്റാൻ വേണ്ടിയിട്ടും ഒക്കെ തന്നെ ഗുണകരമാണ്. ദിവസത്തിൽ 1 നേരം മാത്രമാണ് ഇത് കുടിക്കേണ്ടത്. അതുപോലെ ഭക്ഷണത്തിനൊപ്പം നമ്മളിപ്പോൾ രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുന്നതിനോടൊപ്പം ഈ ഒരു ഡ്രിങ്കും കൂടെ കുടിക്കുക എന്നുള്ളത് ചിന്തിക്കരുത്. ബ്രേക്ക്ഫാസ്റ്റിന് ശേഷം 1 മണിക്കൂറിന് ശേഷം മാത്രമാണ് ഇത് കുടിക്കേണ്ടത്. ഇനി ഇത് എത്ര നാൾ കുടിക്കണം എന്നുള്ളതാണ്. ഏകദേശം 3 ആഴ്ച വരെയെങ്കിലും കണ്ടിന്യൂസ് ആയിട്ട് കുടിക്കുന്ന സമയത്ത് നിങ്ങൾക്ക് പ്രകടമായിട്ടുള്ള വ്യത്യാസങ്ങൾ ശരീരത്തിൽ ലഭിക്കുന്നതാണ്. ഇമ്മ്യൂണിറ്റി വർദ്ധിപ്പിക്കുവാൻ വേണ്ടിയിട്ടും ഒപ്പം തന്നെ എല്ലുകൾക്കും അതുപോലെ നീർക്കെട്ട് കുറയുന്നതും ഒക്കെ തന്നെ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ കഴിയും. 3 ആഴ്ചയെങ്കിലും കണ്ടിന്യൂസ് ആയിട്ട് കുടിക്കണം. ഏകദേശം 21 ദിവസം കണ്ടിന്യൂസ് ആയിട്ട് കുടിച്ചതിന് ശേഷം ഒരാഴ്ച നിങ്ങൾ ഗ്യാപ്പ് ഇടേണ്ടതാണ്. ഒരാഴ്ച ഇത് കണ്ടിന്യൂ ചെയ്യരുത്. അതിനുശേഷം വീണ്ടും 3 ആഴ്ച നിങ്ങൾക്ക് ഇതുപോലെ കണ്ടിന്യൂ ചെയ്ത് പോകാൻ പറ്റുന്നതാണ്. ഇതൊരു ഹെൽത്തി ഡ്രിങ്ക് വൈസ് നമുക്ക് കുടിക്കാം. ഇപ്പോൾ ഹോർലിക്സ് ബൂസ്റ്റ് ഒക്കെ കുടിക്കുന്നതിന് പകരമായിട്ട് ഇത് കുടിക്കുന്നത് ഗുണകരമാണ്. ഹെൽത്തി ഡ്രിങ്ക് ആണെങ്കിൽ പോലും ഇതിൽ മാത്രമായിട്ട് ഒരുപക്ഷെ നിങ്ങൾക്ക് അമിതമായിട്ടുള്ള വേദനകളുണ്ട് അല്ലെങ്കിൽ ആ ഭാഗത്ത് അമിതമായിട്ടുള്ള വേദനകൾ നീർക്കെട്ടുകളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ഈ ഒരു ഡ്രിങ്ക് കുടിക്കുന്നത് കൊണ്ട് മാത്രം നിങ്ങൾക്ക് എഫക്റ്റീവ് ആയിട്ടുള്ള റിസൾട്ട് ലഭിക്കുന്നു എന്നുള്ളത് വിചാരിക്കരുത്. നിങ്ങൾക്ക് സഹിക്കാൻ പറ്റുന്നില്ലാത്തതുപോലെ തോന്നുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അടുത്തുള്ള ഡോക്ടറെ കൺസൾട്ട് ചെയ്ത് അതിനുള്ള നിർദ്ദേശങ്ങളും കാര്യങ്ങളും ഒക്കെ തന്നെ നിങ്ങൾ കൈക്കൊള്ളേണ്ടതാണ്. കാരണം പലരുടെയും വ്യത്യസ്തമായിട്ടുള്ള ജീവിത രീതികളായിരിക്കും.
അതുപോലെ പലർക്കും വ്യത്യസ്തമായിട്ടുള്ള അനുഭവങ്ങളായിരിക്കും, പല കാരണങ്ങൾ കൊണ്ടായിരിക്കും വേദനകൾ വരുന്നത്. അപ്പോൾ ഇത് നമുക്ക് കോമൺ ആയിട്ട് നമ്മുടെ ഉള്ളിലുള്ള നീർക്കെട്ടുകളും വേദനകളും അകറ്റാൻ വേണ്ടി വളരെ എളുപ്പത്തിൽ നമുക്ക് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു മെത്തേഡാണ് പറഞ്ഞിട്ടുള്ളത്. നിങ്ങൾക്ക് അമിതമായിട്ട് വേദനകൾ വരുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും തൊട്ടടുത്തുള്ള ഡോക്ടറെ കൺസൾട്ട് ചെയ്ത് അതിനാവശ്യമായിട്ടുള്ള നിർദ്ദേശങ്ങൾ സ്വീകരിക്കേണ്ടതാണ്. ഇനി ഇതിൽ എന്തെങ്കിലും തരത്തിലുള്ള സംശയങ്ങൾ തോന്നുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കമന്റ് ബോക്സിലൂടെ അറിയിക്കുക. അതുപോലെ ഒരുപാട് ആൾക്കാരിലേക്ക് ഈ ഒരു ഇൻഫർമേഷൻ കൂടിയിട്ട് ഷെയർ ചെയ്യുക. അടുത്തൊരു വിഷയമായിട്ട് നമുക്ക് കാണാം. നന്ദി.